സത്യം മാത്രം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കുമെന്ന് ഉറപ്പാണ്. അത് മാത്രമേ ജയിക്കാറുമുള്ളൂ. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. നമ്മൾ ചെയ്തതിന് നമ്മൾ ചോദിച്ചിരിക്കും. എന്താ പറയുക, കയ്യൂക്കിൻ്റെ ബലത്തിലുള്ള നിയമത്തിൻ്റെ ബലത്തിൽ നമ്മൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുന്നംകുളത്തെ മാത്രമല്ല, മൊത്തത്തിൽ താരമാണ്. അതായത് നിന്റെ ദേഹത്ത് കൈ വെച്ചവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള പ്രസ്താവന ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തെപ്പറ്റി ഓർക്കുമ്പോൾ? അല്ല, നമ്മളൊരു പൊതുപ്രവർത്തകന് പാലിക്കേണ്ടതേ മര്യാദകൾ മാത്രമേ ഞാൻ പാലിച്ചിട്ടുള്ളൂ. ഒരു കൂടെ നിൽക്കുന്നവന് അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും മർദ്ദനമോ എന്തെങ്കിലും വന്നാൽ പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടതായ കടമകളുണ്ട്. ആ കടമകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, ഇതിന് ശേഷവും ചെയ്യും. നമുക്ക് നിലപാടുകളുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിന്നത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം. 3 വർഷമായി നമുക്ക് അന്ന് തന്നെ മാനസികമായി ഭയങ്കര പ്രയാസം വന്ന ഒരു വാർത്തയാണത്. നമ്മളങ്ങനെ അപ്പോൾ തന്നെ ഇടപെട്ട് അതിൻ്റെ പോരാട്ടമാണ് 2.5 കൊല്ലം കൊണ്ട് ഫലപ്രാപ്തിയത്. സത്യം മാത്രമേ ജയിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ അവസാനം സംഭവിച്ചത്. സത്യം മാത്രം തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കുമെന്ന് ഉറപ്പാണ്. അത് മാത്രമേ ജയിക്കാറുമുള്ളൂ. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. നമുക്ക് ഇതിൽ പ്രലോഭനത്തിന് അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തകന്മാർ പാലിക്കേണ്ടതേ മര്യാദകൾ സംവിധാനമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരേണ്ട കാര്യമില്ല. വേറെ എന്തെല്ലാം വഴികളുണ്ട്. കാശുണ്ടാക്കാനാണെങ്കിൽ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതിയല്ലോ. അതിനൊന്നും ഇല്ലാതെ നമ്മൾ പാലിക്കേണ്ടതായ കുറേ മര്യാദകളും കുറേ സംവിധാനമുണ്ട്. അത് പൊതുപ്രവർത്തകൻ എന്താകണമെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ മുകളിലല്ല രാഷ്ട്രീയമെന്നും പൊതുപ്രവർത്തകൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചെറുപ്പം മുതലേ ഞാൻ ശീലിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇനിയും ഉണ്ടാവുള്ളൂ. എത്ര കാലമായി രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ വരാൻ? ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചു? ഞാൻ 5ാം ക്ലാസ് മുതൽ തന്നെ KSU ആയിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രൈമറി വിദ്യാഭ്യാസം എറണാകുളത്തായിരുന്നു. അത് കഴിഞ്ഞു. ഇതിൽ ഞാൻ കുന്നംകുളത്ത് വന്നു. ഇവിടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായി, വാർഡ് പ്രസിഡൻ്റായി, ബ്ലോക്ക് സെക്രട്ടറിയായി, ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായി. കോൺഗ്രസിൻ്റെതാണ് എല്ലാമായിരുന്നു. നമ്മളതിൽ സംതൃപ്തനാണ്. നമ്മളത് ശക്തമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ട്രാൻസ്ഫറിൽ മാത്രമാണ് ഒതുക്കിയത്. അത് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ട്രാൻസ്ഫറിൽ മാത്രം ഒതുക്കിയത്. അതിൽ നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിനെതിരെ നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അല്ല, ഈ പറഞ്ഞ മർദ്ദിച്ച പോലീസുകാരെ കണ്ടിരുന്നോ? മർദ്ദിച്ച പോലീസുകാരെ നമ്മൾ കണ്ടില്ല. നമുക്ക് കാണേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ നമ്മുടെ പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം പോലും നമുക്കില്ല. അന്ന് മുതൽ നമ്മളെ ഒരു പൊതുശത്രുവാണ് അവർ. അങ്ങനെയുള്ളവരോട് ഞാൻ സംസാരിക്കാറില്ല. പൊതുശത്രുക്കളോട് ഒരു പൊതു മാന്യത വെച്ച് ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. പൊതു സമരരംഗത്ത് അതിശക്തമായിരുന്നു സുജിത്ത്. ഞാനുൾപ്പെടെ പല ലാത്തി ചാർജുകളിലും പല സമരങ്ങളിലും എല്ലാ സമരങ്ങളും നിറസാന്നിധ്യമായിരുന്നു സുജിത്ത് എന്ന വ്യക്തിയോടുള്ള ദേഷ്യ പ്രസ്ഥാനത്തോടുള്ള ദേഷ്യമാണെന്ന് അറിയില്ല. അത് തന്നെ ആയിരിക്കും ഒരു കാരണമല്ലല്ലോ. വ്യക്തിപരമായ ഒരു കാരണത്തിന് സാധ്യതയില്ല. ഈ തുടക്കത്തിൽ ഈ സുജിത്ത് വിഷമതകൾ വന്ന് വർഗീസിനോട് പറയുമ്പോഴത്തേക്കാണ് സുജിത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? കാരണം സുജിത്തിൻ്റെ മാനസികമായി തളർന്നുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, നമ്മൾ ചെയ്തതിന് നമ്മൾ ചോദിച്ചിരിക്കും. എന്താ പറയുക, കയ്യൂക്കിൻ്റെ ബലത്തിലുള്ള നിയമത്തിൻ്റെ ബലത്തിൽ നമ്മൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ഈ ശാരീരിക വിഷമതകൾ വർഗീസിനോട് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ തന്നെയാണല്ലോ എന്താ പറയുക, ഹോസ്പിറ്റൽ ചികിത്സയും സംവിധാനങ്ങളുമായി എല്ലാവിധ നിയമസഹായങ്ങളും എന്താ പറയുക ഹോസ്പിറ്റൽ സഹായം ചെയ്ത പാർട്ടി തന്നെയാണ്. അന്നൊക്കെ ഒത്തിരി എക്സ്പെൻസ് ചിലവായിട്ടില്ലേ ഈ സുജിത്തിനെ സംബന്ധിച്ച്? സാമ്പത്തികമായി ഭയങ്കരമായ ചിലവുണ്ടായിരുന്നു. അതെല്ലാം പാർട്ടി തന്നെയാണ് ഏറ്റെടുത്തത്. പാർട്ടി തന്നെയാണ്. അപ്പോഴും പാർട്ടിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോഴാണ് ഇത് ഈ വിഷയം പുറത്തു വരുമ്പോഴാണല്ലോ എല്ലാവരും അറിയുന്നത്. അല്ല, അത് സംസ്ഥാന നേതൃത്വങ്ങളല്ലേ. ഇതെങ്ങനെ ഇത് ആരും അറിയണ്ടെന്ന് തീരുമാനത്തിലേക്ക് വന്നത്? ആരും അറിയണ്ടായെന്നല്ല. നമുക്കത് ഒരു സമരം ഒരു ഏറ്റെടുത്താൽ അത് ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ളതും അതിലുള്ള വ്യക്തമായ ധാരണ സംവിധാനം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ ലീഡർഷിപ്പൊന്നും ഇടപെടേണ്ട. ഇതൊരു റിസൾട്ട് വരുമ്പോൾ അവർ വന്നാൽ മതി എന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്, വർഗീസിയേട്ടൻ ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോൾ പലരെ സമീപിച്ചെങ്കിലും വർഗീസിയേട്ടന് പല നേതാക്കന്മാരുടെ ഭാഗത്ത് തിക്താനുഭവം ഉണ്ടായി എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
എല്ലാവരും പോസിറ്റീവായിട്ടായിരുന്നു. ഇതൊരു അനിലക്കരയൊക്കെ എത്രയോ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അനിലക്കര മുൻ എം എൽ എ വടക്കാഞ്ചേരി വളരെ സജീവമായിരുന്നില്ലേ. KPCC മെമ്പറല്ലേ, KPCC എക്സിക്യൂട്ടീവ് മെമ്പറല്ലേ, മുൻ MLA അല്ലേ. അപ്പം നമുക്ക് അതിൽ അത്രയും സജീവമായിരുന്നല്ലോ. സുഹിത്തിനെ ഒരു 3 പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ടല്ലോ അനിലക്കര, എന്ന് ഫോൺ വിളിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പാർട്ടിക്ക് എടുക്കേണ്ട സമയത്തൊക്കെ എല്ലാം പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനെതിരെ അത് കഴിഞ്ഞിട്ട് വളരെ സമരങ്ങൾ നടക്കുന്നു ഇവിടെ അല്ലേ? എല്ലാ സമരങ്ങളും സജീവമായി നടന്നിരുന്ന സ്ഥലമാണ്. ഈ അന്നത്തെ മുൻ മന്ത്രിയായ AC മൊയ്തീനെ 3 പ്രാവശ്യത്തോളം കരികൊടി കാണിക്കുകയും ലാത്തി ചാർജുകളും സമരങ്ങളും എല്ലാ സമരങ്ങളും നടക്കുന്ന സ്ഥലമാണ് കുന്നംകുളം. ഇപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ കേസില്ലേ നമ്മുടെ യൂത്ത് കോൺഗ്രസ്? എല്ലാവരുടെ പേരിലുണ്ടല്ലോ. 353 PDVP ഉൾപ്പെടുന്ന എല്ലാ നോൺ ബെയിലബിൾ ഒഫൻസുള്ള ശുചിത്വം ഉൾപ്പെടെയുള്ള എല്ലാ പേരിലും പല കേസുകളുണ്ട്. എണ്ണം പോലും അറിയില്ല. എന്തായാലും ഒരു മാതൃകയാ റീസേട്ടാ നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരൊക്കെ. കാരണം ഇത്രയും ആൾക്കാരത് ഏറ്റുപിടിച്ചില്ലേ. കാരണം ചെറിയൊരു സ്ഥലത്ത് ആരും അറിയപ്പെടാതിരുന്ന വിഷയം അത് വലിയൊരു ആളിക്കത്തുകയല്ലേ. ലോക മലയാളികൾ ഏറ്റെടുത്തു. ഒരു കേരള സമൂഹം മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ മലയാളികളുണ്ട് അവരെ ഏറ്റെടുത്തിരിക്കുകയാണിത്. ഇപ്പോൾ കുന്നംകുളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഇപ്പോൾ ഈ വിഷയം ഇതാണ്. അപ്പോൾ അത് ശുചിത്വത്തിൻ്റെ വിഷയമാണെങ്കിൽ പോലും അതിനൊരു പരിധി വരെ വർഗീസേട്ടനും മുൻപന്തിയിലുണ്ട്. അതിനകത്ത് റീസേട്ടനെ പോലുള്ള നേതാക്കന്മാർ ഒരു മാതൃകയാണ് എല്ലാവർക്കും. അങ്ങനെയുള്ളവരെയാണ് ആവശ്യം എല്ലാ പ്രസ്ഥാനങ്ങൾക്കും. എന്തായാലും ഒത്തിരി സന്തോഷം പരിചയപ്പെടാനും കാണാനും ഒക്കെ പറ്റിയതിൽ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.